എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പച്ചക്കറി പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെടി. കണ്ടോ, ഒരു മഞ്ഞ പൂവാണ് അതിൽ വരുന്നത്. ആദ്യം ഞങ്ങൾ ഈ ചെടി വരുന്നത് കണ്ടപ്പോൾ പീണിക്ക എന്നാണ് വിചാരിച്ചത്. പീണിക്ക എന്ന് പറഞ്ഞാൽ ഈ മത്തങ്ങയില്ലേ, മത്തങ്ങയിൽ നമ്മൾ ട്രിവാൻഡ്രംകാർ പറയുന്നത് പീണിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതിലൊരു ഫ്രൂട്ട് ഇതിൻ്റെ ഇത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പീണിക്ക അല്ല എന്ന് മനസ്സിലായത്. നല്ല ഫ്രഷായിട്ട് ഇത് വളർന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾ ഉണ്ടല്ലോ, വെജിറ്റബിൾ വേസ്റ്റ് കളഞ്ഞപ്പോൾ അതിൻ്റെ ആ വേസ്റ്റിൽ നിന്ന് തനിയെ വളർന്നു വന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ ഈ ഫ്ലവർ കണ്ടപ്പോഴാണ് നമ്മളത് പീണിക്ക എന്ന് വിചാരിച്ചത്. പക്ഷേ അത് വളർന്ന് വലുതായി വന്നപ്പോൾ അതിൻ്റെ അതിൻ്റെ ഫലം വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് പീണിക്ക അല്ല എന്ന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അതിൻ്റെ ഇലയെല്ലാം ഇതെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. അതിൻ്റെ ഇലയെല്ലാം സെയിമാണ്. കണ്ടോ, ഇതാണ് ആ വെജിറ്റബിൾ അതിൽ വന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തടിയൻക എന്ന് പറയും. നമുക്ക് പച്ചടിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാൻ കഴിയുന്ന ഒരു വെജിറ്റബിളാണിത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് കളയുമ്പോൾ അവിടെ നിന്ന് പല അതിൻ്റെ വിത്തിൽ നിന്ന് പല സസ്യങ്ങളും ഇങ്ങനെ മുളച്ച് വരും. വെള്ളരിക്ക അതുപോലെയുള്ളതൊക്കെ മുളച്ച് വരും. അപ്പോൾ നമ്മൾ അതിനെ സംരക്ഷിച്ച് വളർത്തി നമ്മുടെ തന്നെ ഈ വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് വിഷരഹിതമായ ഒരു പച്ചക്കറി ലഭിക്കും.